രാഹുൽ മാങ്കൂട്ടം പാലക്കാടാണ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം MLA ആയി മത്സരിക്കുന്ന സമയത്ത്, ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവർ, അദ്ദേഹത്തിന് വേണ്ടി വീട് കയറിയവർ, അദ്ദേഹത്തിന് വേണ്ടി തോരണം കെട്ടിയവർ, ഇവരെല്ലാം മത്സര രംഗത്തുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി അവർ വ്യക്തിപരമായി ആവശ്യപ്പെട്ടതിന്റെ പുറത്താണ് രാഹുൽ അവിടെ പ്രചരണ രംഗത്ത് സജീവമായി. പ്രചരണ രംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റികളിലോ കൺവെൻഷനുകളിലോ പങ്കെടുക്കുന്നില്ലല്ലോ. അദ്ദേഹം വീട് കയറുന്നതിൽ അവരെ സഹായിക്കുന്നുണ്ടാവാം. അതെല്ലാം വ്യക്തിപരമാണ്. അല്ലാതെ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള ചാപ്പയൊന്നും ഞങ്ങൾക്ക് അടിച്ചു തരാൻ ശ്രമിക്കേണ്ട. കോൺഗ്രസിന്റെ ആളുകൾ തന്നെയല്ലേ? അല്ലല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത് നിഷാദ്. നോക്കൂ, രാഹുൽ മത്സരിക്കുന്ന സമയത്ത് വീട് കയറിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, തെരുവിൽ രാഹുലിന് വേണ്ടി പണിയെടുത്തവർ, അവരുമായി ഒരു വൈകാരിക അടുപ്പം രാഹുലിനുണ്ടാവും. അപ്പൊ ആ വൈകാരിക അടുപ്പത്തിന്റെ പുറത്ത് അവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോ അവരുടെ കൂടെ വീട് കയറുക, ഈ സർക്കാരിനെതിരായ വാദങ്ങൾ അയാൾക്ക് പറയാനുണ്ടെങ്കിൽ അയാൾ പറയുക എന്നതിൽ നമുക്കിപ്പോ കൈ കെട്ടി അവര് വിളിക്കാതെ ഇദ്ദേഹം പോയിട്ട് ഞാനും വീട് കയറാൻ വരുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടുകയാണ്. അവര് വിളിച്ചിട്ടല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അയാൾക്ക് അങ്ങനെ ഒരു വൈകാരികമായ ബന്ധമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതല്ല. നിങ്ങളുടെ പാർട്ടിയാണ് വീട് കയറാനുള്ള സ്ക്വാഡിനെ തീരുമാനിക്കുന്നത്. ആ സ്ക്വാഡിൽ ഇദ്ദേഹം പോയി ഇടിച്ചു കയറുകയാണോ? അല്ലല്ലോ ശ്രീ നിഷാദ്, ഈ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് 3 പേരാണ് ഈ സംസ്ഥാനത്ത്. ഒന്ന് പാർട്ടിയുടെ PCC അധ്യക്ഷനാണ്. വളരെ ക്ലിയർ ആയി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. പാർട്ടി അദ്ദേഹത്തെ തമാശ പറയല്ലേ വസന്തേ, തമാശ പറയല്ലേ. പാർട്ടിക്ക് ഔദ്യോഗികമായ നിലപാട് പറയാനുള്ള ആൾക്കാരുണ്ട്. ആ ഔദ്യോഗിക നിലപാട് കീപ്പ് ചെയ്യാനുള്ള ബാധ്യത താങ്കളടക്കം സകല വർക്കേഴ്സിനും ഉണ്ട്. ഔദ്യോഗിക നിലപാട് ആരോ എവിടോ ഇരുന്ന് പറയുന്നു, അതൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അതല്ലേ യാഥാർത്ഥ്യം? നിഷാദ്, അങ്ങനെ അല്ല നിഷാദ്. ഞാൻ വളരെ കൃത്യമായി അതിന്റെ ഒരു വൈകാരിക വശം പറഞ്ഞു കഴിഞ്ഞു. അതായത് വ്യക്തിപരമായി ചില സ്ഥാനാർത്ഥികൾ രാഹുലുമായി അടുപ്പമുള്ളവരുണ്ടാവും. അവിടെ രാഹുൽ ചിലപ്പോൾ ചെന്ന് പ്രചരണത്തിന് ചെന്നു എന്നത് എല്ലാം കൂടി കേരളത്തിലെ നിങ്ങളെ വിശദീകരിക്കേണ്ട കാര്യം ഇതാണ്. പ്രചരണത്തിന് ചെന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടാണോ? അദ്ദേഹം പാർട്ടി ഓഫീസിൽ കയറി ചെല്ലുന്നു, അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു, ഓരോ സ്ഥാനാർത്ഥിക്കും ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെയ്യുന്നതാണോ? വിളിച്ചു വരുത്തിയിട്ടാണ്. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ദിവസം വന്നപ്പോൾ കൊണ്ടുവന്ന് വിട്ടത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇതൊക്കെ ആൾക്ക് വെറുതെയാണോ? ആളെ പറ്റിക്കല്ലേ വസന്തേ. നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം നടപടി എടുത്തുവെങ്കിൽ ആ നടപടി നിങ്ങളുടെ പാർട്ടി ഉൾക്കൊള്ളുന്നില്ല, പാർട്ടിയിലെ ബഹുഭൂരിപക്ഷ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണത്. നിഷാദ്, താങ്കൾക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ ഏതായാലും ഈ മറ്റേ തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് പോയിട്ട് ഇതിന് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് കമ്മീഷനെ വെച്ച പാർട്ടിയല്ല. ഒരു തീവ്രതയില്ലാതെ തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങൾ. ആരോപണം ഉയർന്നു വന്നപ്പോ അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ പരാതിയില്ല, വെള്ളക്കടലാസിൽ പരാതിയില്ല, പോലീസ് FIR ഇല്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തെ പുറത്തു നിർത്തിയ ഒരു പാർട്ടിയാണ്. അങ്ങനെ മാത്രം എവിടെ പുറത്തു നിർത്തിയെന്നായി പറഞ്ഞത്? വസന്തേ, തമാശ പറയല്ലേ. നിങ്ങൾ പുറത്ത് നിങ്ങൾ പറഞ്ഞു ശരി, പാർട്ടിയുടെ സംസ്ഥാനത്തെ കമ്മിറ്റിയിലൊന്നുമില്ല, യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലും ഇല്ല, കോൺഗ്രസിന്റെ സകല പരിപാടിയിലും അയാളുണ്ട്. അയാളെ കൊണ്ടു നടക്കുന്നതും ആഘോഷിക്കുന്നതും വീട് കയറ്റുന്നതും സ്ത്രീകളടക്കമുള്ളവർക്ക് കൊണ്ടുപോയി ഈ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന കൊടുക്കുന്നതും എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസ്സുകാരാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന മട്ടിലാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, പലയിടത്തും മുന്നണിയിലെ കക്ഷികളുണ്ട് അതിനകത്ത് വേറെ. ഒരിക്കലും അല്ല ശ്രീ നിഷാദ്. നോക്കൂ, കോൺഗ്രസ് അത്രമാത്രം അങ്ങ് വലിയ കേഡർ പാർട്ടിയാണ് എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. സ്വാഭാവികമായും വൈകാരികമായ അടുപ്പങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, ഇതിനെല്ലാം എല്ലാ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അയാൾ അവിടെ നിന്നുള്ള MLA ആണ്. അയാൾ സ്വയം തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ, പ്രതിപക്ഷ ആശയങ്ങളെ പതാകവാഹകനായി നിലകൊള്ളുന്ന ഒരു MLA ആണ്. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ട്രഷറി ബെഞ്ചിൽ പോയിരുന്ന MLA അല്ലല്ലോ. അയാൾ പ്രതിപക്ഷ ആശയം മുമ്പോട്ട് വെക്കുന്ന, പ്രതിപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന, പിണറായിസ്റ്റുകൾക്കെതിരായി സംസാരിക്കുന്നവരാണ്. വസന്ത, നോക്കൂ, നിങ്ങളൊരു തെരഞ്ഞെടുപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന രാഷ്ട്രീയ വാചകം പറഞ്ഞവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അയാൾ കൂടെ ഇല്ല എന്ന് ഉറപ്പാക്കാനുള്ള പരമമായ ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്താ ആരെയും പറ്റിക്കാതെ നിങ്ങൾ മോഡി എന്ന് പറയുന്നു, ഞങ്ങൾ പുറത്താക്കി, ഞങ്ങൾ മാറ്റി നിർത്തി, എന്നിട്ട് അയാളെയും കൂട്ടി ചെല്ലുകയാണ്, വീട് കയറി ചെല്ലുകയാണ്, വോട്ട് ചെയ്യുമെന്ന്. അതിലെ മാന്യത എവിടെയാണ്? നിങ്ങൾ സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നവരാണ്. എന്നിട്ട് ഓരോ ദിവസവും അശ്ലീലം നിറഞ്ഞ തെളിവുകൾ പുറത്തു വരുന്ന ഒരു വിരുദ്ധനെയും കൊണ്ടാണ് നിങ്ങൾ വീട് കയറുന്നത്. ആർക്ക് വേണം നിങ്ങളുടെ നടപടിയുടെ കടലാസ്? കള്ളത്തരം.
നിഷാർ റാവുത്തർ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ഈ 4 മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു ആരോപണം, ആ ആരോപണത്തിന് പൊടുപ്പിലും തൊങ്ങലും വെച്ച പുതിയൊരു ആരോപണം കടന്നു വരുന്നു. അത് എന്തുമായിക്കോട്ടെ, ആ ആരോപണം വന്ന് 4 മാസത്തിനുള്ളിൽ ആ അന്വേഷണം എവിടെ പോയി നിൽക്കുന്നുവെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾ രാഹുൽ ചിലപ്പോൾ വീട് കയറുമ്പോൾ പിണറായി വിജയൻ പോലീസിനോട് ചോദിക്കും. അതിന്റെ പിന്നാലെ വരുന്ന LDF-കാരോട് ചോദിക്കും, നേരത്തെ രാഹുൽ വന്നു പോയല്ലോ,